ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ്. അതിനായിട്ട് ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ട് ചെറു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിനി കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിനി വേവിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ കുമ്പളങ്ങ ഇവിടെ കുക്കറിൽ വേവിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചതും കൂടി എടുത്തിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിരകിയ തേങ്ങ നമ്മളിവിടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടാണ് അരക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് മുതിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകിൻ്റെ കൂടെ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടായിരുന്നുണ്ടോ. പക്ഷേങ്കിൽ നമുക്കിനി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് വറുത്തിടാനായിട്ട് ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.